പെർഫെക്റ്റ് അപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 4 ഓർ 5 മണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 കൈപ്പിടി ചോറ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 4-5 മണിക്കൂർ കൂടി ഈ മാവ് ഒന്ന് സെറ്റാവാൻ, പുളിച്ച് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇതേപോലെ അപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളിയായിട്ട് നമ്മുടെ വെള്ളയപ്പം കിട്ടും. നമുക്ക് ഹോട്ടലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ നല്ല സൈഡൊക്കെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് വെള്ളയപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് അപ്പം ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാവേ. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഇനി നമുക്ക് ഓരോ അപ്പമായിട്ട് ഇതേ ചുട്ടെടുക്കാം. നോക്കിക്കോ നിങ്ങൾ, നല്ല സോഫ്റ്റായിട്ട് സൈഡ് മുരിഞ്ഞ അപ്പം നമുക്ക് തയ്യാറാക്കാം. ഇതേപോലെ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതേപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണാം.